6 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ തിരോധാനത്തിന്റെ ചുരുളഴിഞ്ഞ ദിനമാണിന്ന്. 6 വർഷം മുമ്പ് കാണാതായ കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ തിരോധാനത്തിൽ നിർണായക വഴിത്തിരിവ്. അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം പോയതിന് പിന്നാലെ മരിച്ചെന്നുറപ്പായപ്പോൾ വിജിലിനെ കുഴിച്ചിട്ടെന്നാണ് പ്രതികളുടെ മൊഴി. കേസിലെ പ്രതികളായ നിഖിൽ, ദിപേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ്. മാർച്ച് 24 ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ വിജിലിനെ കാണാതായെന്ന് പിതാവാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമെന്ന് കുടുംബം നൽകിയ മൊഴി പ്രകാരം ഇന്ന് അറസ്റ്റിലായ പ്രതികളെ അന്നും ചോദ്യം ചെയ്തിരുന്നു. മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് വീണ്ടും അന്വേഷിച്ചു. അങ്ങനെയാണ് നേരത്തെ രേഖപ്പെടുത്തിയ മൊഴികളിലെ വൈരുദ്ധ്യവും ശാസ്ത്രീയ തെളിവുകളും വെച്ച് പ്രതികളിലേക്ക് എത്തിയത്. ഒന്നാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലും മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷുമാണ് പിടിയിലായത്. കോഴിക്കോട് നഗരത്തിലെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചാണ് വിജിലും പ്രതികളായ 3 പേരും മയക്കുമരുന്ന് ഉപയോഗിച്ചത്. ഇതിൽ ഒന്നാം പ്രതി നിഖിൽ അമിത അളവിൽ മയക്കുമരുന്ന് വിജിലിന്റെ ശരീരത്തിൽ കുത്തിവെച്ചു. വിജിലിന്റെ ബോധം പോയതിന് പിന്നാലെ പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് പ്രതികൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് മൃതദേഹം കല്ലുകെട്ടി ചതുപ്പിൽ കുഴിച്ചിട്ടത്. കൊലപ്പെടുത്തിയതല്ല എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. നരഹത്യക്കാണ് കേസെടുത്തത്. എനിക്ക് മുൻപ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി വെച്ച മൊഴികളും എന്നെ ഈ കേസ് ഇപ്പോൾ ഡിറ്റക്ഷൻ ആകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. രണ്ടാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ നാളെ തന്നെ മൃതദേഹം കണ്ടെത്താനുള്ള നടപടി ആരംഭിക്കും. 24 കോഴിക്കോട്.